ഹെയർ സെറ്റ് ചെയ്തിരിക്കുന്നത് ബ്രോയ്ക്ക് എപ്പോൾ വേണേലും കോംബ് ചെയ്യാൻ പറ്റുന്ന തരത്തിലാണ് ഹെയർ സെറ്റ് ചെയ്തിരിക്കുന്നത്. സാധാരണ എല്ലാവരും ചെയ്യുന്നത് സ്റ്റിഫാക്കിയുള്ളൂ, അതായത് നമുക്ക് പിന്നീട് കോംബ് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ സ്പ്രേയും വാക്സും ഒക്കെ ഉപയോഗിച്ച് സ്റ്റിഫാക്കിയുള്ളൂ. പക്ഷെ നമ്മൾ ചെയ്യുമ്പോൾ അങ്ങനെയല്ല, ഏത് സമയത്തും നിങ്ങൾക്ക് കോംബ് ചെയ്യാൻ പറ്റുന്ന തരത്തിലാണ് നമ്മൾ ഹെയർ സെറ്റ് ചെയ്യുന്നത്. അതിൻ്റെ ഗുണം എന്ന് പറഞ്ഞാൽ ഇപ്പം ഒന്ന് ഷഫിൾ ചെയ്താലും ഒന്നും പേടിക്കേണ്ട, ഇതേ ഫിനിഷിങ് തന്നെ നിങ്ങൾക്ക് അപ്പം കിട്ടും. പക്ഷെ ചെയ്യേണ്ട മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന കോംബ് ഒരു ഫെദർ ടച്ച് ആയിട്ടേ ഉപയോഗിക്കുക. അതായത് വളരെ ഹെയറിലോട്ട് വെച്ച് വളരെ പതിയെ സാവകാശം ഇങ്ങനെ കോംബ് ചെയ്തിട്ട് ദെൻ നമ്മൾ അതിനനുസരിച്ച് ഹെയർ ഒന്ന് സ്റ്റൈൽ ചെയ്ത് കൊടുത്താൽ ഈ ഒരു ഫിനിഷിങ് നിങ്ങൾക്ക് ഒരു 10 മണിക്കൂർ വരെ കിട്ടും. അപ്പം നമ്മൾ സ്റ്റിഫാക്കി വിട്ടാൽ നിങ്ങൾക്ക് അത് കിട്ടത്തില്ല. കാരണം പിന്നീട് കോംബ് ചെയ്യണമെങ്കിൽ ഒരു സ്റ്റൈലിസ്റ്റിനെ കൊണ്ട് മാത്രമേ പറ്റത്തുള്ളൂ, നിങ്ങൾക്കത് കഴിയില്ല. അപ്പം അതുകൊണ്ടാണ് നമ്മൾ അത്രയും സ്റ്റിഫ്നെസ്സിലേക്ക് കൊണ്ടുപോകാതെ എന്നാൽ നിങ്ങൾക്ക് നല്ല ഫിനിഷിങ് കിട്ടുന്ന തരത്തിലേക്ക് നമ്മൾ ഹെയറിനെ കൺവേർട്ട് ചെയ്യുന്ന രീതിയിലാണ് ഹെയർ സെറ്റ് ചെയ്യുന്നത്. ഗ്രൂമിന്റെ ഒരു സെക്ഷൻ അങ്ങനെ തന്നെ ഹെയർ സെറ്റിങ്ങിന് വരുമ്പോൾ കേട്ടോ. അപ്പോൾ അതിനകത്ത് നിങ്ങൾ പേടിക്കണ്ട എന്നാണ് ഉദ്ദേശിച്ചത്. ഹെയർ ഇപ്പം മാല ഇടുമ്പോഴോ അനുഗ്രഹമൊക്കെ തരുമ്പോഴോ തലയിലെ കൈയൊക്കെ വെക്കുന്ന സമയത്ത് നിങ്ങളുടെ ഹെയർ ചേഞ്ച് ആവാനുള്ള സാധ്യത കൂടുതലാണ്. അത് നമ്മൾ എത്ര സ്റ്റിഫ് ആക്കിയാലും അങ്ങനെ ചേഞ്ച് ആവും. അപ്പൊ നിങ്ങൾക്ക് അത് തിരിച്ചു കിട്ടണമെങ്കിൽ വളരെ ഈസി ആയിട്ട് തന്നെ അത് നമുക്ക് കൈകാര്യം ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ഹെയർ സെറ്റ് ചെയ്യുന്നത്. അത് ഗ്രൂമിന്റെ ഹെയർ സെറ്റിംഗ് എല്ലാം അങ്ങനെയാണ് ചെയ്യാറുള്ളത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ടെൻഷൻ ആവരുത്. ഒരു സ്ഥിരം ഉപയോഗിക്കുന്ന ഒരു കോമ്പ് കയ്യിൽ കരുതുക, നിങ്ങൾക്ക് അത് സേഫ് ആയ ഒരു സ്ഥലത്ത് വെച്ചിട്ട് നിങ്ങൾ അതൊന്ന് കോംബ് ചെയ്യുക. ചെയ്യുമ്പോൾ ചെയ്യേണ്ട രീതി ഇതാണ്. വളരെ ഈസി ആയിട്ട്, വളരെ ഒരു ടെൻഷൻ കൂടാതെ വളരെ പതിയെ നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് നമ്മളൊന്ന് പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് നമ്മൾ ചെറിയ രീതിയിൽ ടാപ്പ് ചെയ്ത് കൊടുക്കാമെങ്കിൽ ഈ ഫിനിഷിങ് 10 മണിക്കൂർ വരെ കിട്ടും കേട്ടോ. ഓക്കെ, ടെൻഷൻ ഒന്നും വേണ്ട കേട്ടോ.